ആന്തൂർ സാജൻ്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് എം വി ഗോവിന്ദനാണ്. അയാൾ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. ആ എം വി ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറയണ്ട. ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എം വി ഗോവിന്ദൻ തന്നെ ഇത് പറയണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണത്തിന് തുടക്കം കുറിച്ച ആളാണ് എം വി ഗോവിന്ദൻ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യാൻ കാര്യം അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ ഒന്നാം പ്രതിയാക്കേണ്ടതാണ് ആ കേസ്. അതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാക്കാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജൻ്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് എം വി ഗോവിന്ദനാണ്. അയാൾ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. ആ എം വി ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറയണ്ട. ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ഒരു ആക്ഷേപം വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഈ പ്രചരണം എങ്ങനെയാണ് പോയത്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, CPM ആണ് അന്വേഷിക്കേണ്ടത്. ഇതെങ്ങനെ പുറത്തുപോയി? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ സാധനം ആദ്യം പുറത്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു കാണും. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീകളുടെ പേര് ചേർത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷവും ഈ മനുഷ്യാവകാശവും ഒന്നും ഉണ്ടായില്ല. ഇപ്പം കേസ് കൊടുത്തപ്പോൾ 24 മണിക്കൂറിനകം കേസെടുത്ത്. നല്ല കാര്യം. കേസെടുത്ത് നല്ല കാര്യം. പക്ഷേ ഇതിനു മുമ്പ് കൊടുത്ത കേസുകളിൽ ഒന്നുമില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. ഉമ്മൻചാണ്ടിയുടെ മകളെ അതിനു മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ വെച്ച് അപമാനിച്ചു. രണ്ടാമത്തെ മകളെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. ഇരട്ട നീതിയാണ്. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാണ്. എത്ര മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, വനിതാ പ്രവർത്തകരെ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അഖില, ഇല്ലേ? ആക്രമിച്ചില്ലേ? സൈബർ ആക്രമണം ഉണ്ടായി. എന്ത് നടപടിയാണ് എടുത്തത്? എത്ര മാധ്യമ വനിതാ പ്രവർത്തകർക്കെതിരായി CPM സൈബർ കടന്നൽ കൂടുകൾ ആക്രമിച്ചു. എത്ര നിന്ദ്യമായിട്ടാണ് അവരെ ആക്രമിച്ചത്. എന്നിട്ട് കേസൊക്കെ എവിടെ പോയി? ആ കേസൊക്കെ എവിടെ പോയി? ഈ കേസെടുത്തപ്പോൾ ഇരട്ട നീതിയാ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അത്രയും കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് താനെന്നും താനാണ് ഒരു മാസം മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം, അതായത് ഒരു CPM വനിതാ നേതാവും ഒരു MLA തമ്മിൽ അഭിഹിതമുണ്ടെന്ന് പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് ഒരു ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. മണ്ഡലം സെക്രട്ടറിയാണ് നടപടി എടുക്കുക. ഇത്